നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 28ഓളം മനുഷ്യരുടെ മൃതദേഹം ഒറ്റയൊരു കുഴിമാടത്തിൽ. തടങ്കലും പീഡനവും ഉൾപ്പെടെ കൊടും ക്രൂരതകൾ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ലിബിയയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലേക്ക് മെച്ചപ്പെട്ട ജീവിതം തേടിയെത്തുന്ന കുടിയേറ്റക്കാരെ ഭയപ്പെടുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മനുഷ്യക്കടത്ത് നടക്കുന്ന ഒരു മേഖലയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തെക്കുകിഴക്കൻ ജില്ലയായിട്ടുള്ള കുഫ്രയിൽ അന്വേഷണ സംഘം തിരച്ചിൽ നടത്തിയിരുന്നു. ഈ തിരച്ചിലിനൊടുവിലാണ് കുഫ്രയിലെ ഒരു കുഴിമാടത്തിൽ നിന്ന് 28ഓളം അനധികൃത കുടിയേറ്റക്കാരുടെ മൃതദേഹങ്ങൾ ഒന്നായിട്ടിരിക്കുന്നത് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. ഇതേ സ്ഥലത്ത് നിന്ന് 76 അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വിവരം. തടങ്കലും പീഡനവും ഉൾപ്പെടെയുള്ള ക്രൂര കൃത്യങ്ങൾക്ക് ഇരയായവരായിരുന്നു ഈ കുഴിമാടത്തിൽ കിടന്നവരെന്നതാണ് സൂചന. മരിച്ച കുടിയേറ്റക്കാരുടെ മൃതദേഹങ്ങൾ തടങ്കലിന് സമീപം കുഴിച്ചിട്ട നിലയിലാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ലിബിയൻ പൗരനെയും 2 വിദേശികളെയും ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെള്ളിയാഴ്ച നടത്തിയിട്ടുള്ള റെയ്ഡിലാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തലുകൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം കിഴക്കൻ ലിബിയയിലെ എൽ വാഹത്തിൽ നിന്ന് 263 അനധികൃത കുടിയേറ്റക്കാരെ പീഡിപ്പിക്കുകയും തടവിലിടുകയും ചെയ്തതിന് 2 വ്യക്തികളെ അറസ്റ്റ് ചെയ്തിരുന്നു. $10,000 മുതൽ $17,000 വരെ ആവശ്യപ്പെട്ട് കുടുംബങ്ങളിൽ നിന്ന് മോചനദ്രവ്യം തട്ടിയെടുക്കാനാണ് കുടിയേറ്റക്കാരെ തടവിലാക്കിയിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട്. ലിബിയയിൽ ഈ കുടിയേറ്റക്കാർ നേരിട്ട കൊടും ക്രൂരതകൾ എടുത്തു പറയുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്. കുടിയേറ്റക്കാരുടെ മുഖത്തും കൈകാലുകളിലും മുതുകിലും പാടുകളുള്ള അസ്വസ്ഥതപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ദീർഘകാലമായി ഭരണം നടത്തിയിരുന്ന സ്വേച്ഛാധിപതി മോമർ ഖദാഫിയെ അട്ടിമറിച്ച് 2011 നാറ്റോ പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായ അരാജകത്വത്തിൽ നിന്ന് കരകയറാൻ ഇപ്പോഴും ഇവിടെയുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് ഇത്തരം ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. നിലവിലുള്ള അസ്ഥിരമായ അവസ്ഥ കള്ളക്കടത്തുകാരും മനുഷ്യക്കടത്തുകാരും ദുർബലരായിട്ടുള്ള കുടിയേറ്റക്കാരെ ചൂഷണം ചെയ്യുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ആഫ്രിക്കയിലെ 4ാമത്തെയും ലോകത്ത് തന്നെ 17ാമത്തെയും വലിയ രാഷ്ട്രമായിട്ടുള്ള ലിബിയ മെഡിറ്ററേനിയൻ കടലുമായി ഏറ്റവും കൂടുതൽ തീരം പങ്കിടുന്ന ഒരു രാജ്യമാണ്. അതിനേക്കാൾ ഉപരി ഇറ്റലിയിൽ നിന്ന് 300 കിലോമീറ്റർ മാത്രം അകലെയുള്ള ലിബിയ യൂറോപ്യനിൽ മെച്ചപ്പെട്ട ജീവിതം തേടിയെത്തുന്ന കുടിയേറ്റക്കാരെ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. എന്നാൽ കുടിയേറ്റക്കാർ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി മെഡിറ്ററേനിയൻ കടൽ കടന്ന് വരുന്ന യാത്ര ദുരിതപൂർവമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഈ ചിത്രങ്ങൾ. കുടിയേറ്റക്കാരും അഭയാർത്ഥികളും ഉൾപ്പെടെ ദുരിത ജീവിതമാണ് ഇവിടെ നയിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇതോടൊപ്പം തന്നെ പുറത്തുവരുന്നത്. അതേസമയം യൂറോപ്പിലേക്ക് പലായനം ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും സിറിയക്കാർ, എറിട്രിയക്കാർ, അതുപോലെ തന്നെ അഫ്ഗാനികൾ എന്നിവരാണ് എന്ന് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകളിലൂടെ ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട്. അതായത് പലപ്പോഴും യുദ്ധമുഖങ്ങളിൽ നിന്നൊക്കെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ട് ജീവിക്കാൻ വേണ്ടി എത്തുന്നവരാണ് പല കുടിയേറ്റക്കാരെന്നതും വ്യക്തം. പക്ഷേ അവരോട് അതിദയനീയമായ സമീപനമാണ് ഇപ്പോൾ അവിടെ നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള സൂചനയാണ് ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതിന്റെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത്.